ഹായ്, ഞാൻ സുബിൻ വി ആർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AMCനെ കുറിച്ചാണ്, അതായത് ആനുവൽ മെയിൻ്റനൻസ് ചാർജസിനെ കുറിച്ച്. പല ഗുഡ്സും സർവീസസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാക്ക് പലപ്പോഴും കേൾക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഫിനാൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള AMCകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ AMCയിൽ വരുന്നത് എന്തെങ്കിലും ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ബാങ്കുകളോ അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനികളോ ചാർജ് ചെയ്യുന്ന ഒരു തുകയാണ് ഈ AMC എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡെബിറ്റ് കാർഡ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചാർജസ്. നമുക്ക് പലപ്പോഴും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഡെബിറ്റ് കാർഡ് AMC ചാർജസ് എന്ന് പറഞ്ഞൊക്കെ പൈസ ഡെബിറ്റ് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സാധാരണ ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ഒരു 100 രൂപ മുതൽ 1000 രൂപ വരെയൊക്കെയാണ് ആനുവലി AMC ചാർജസ് വരാറുള്ളത്. അത് പല ബാങ്കുകളും ബാങ്ക് ടു ബാങ്ക് അത് വേരി ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ AMC ചാർജസ് എന്താണെന്ന് നിങ്ങൾക്ക് ബാങ്കിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ AMC ചാർജസ് തന്നെ പല വിധമുണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് AMC ചാർജസ് എന്ന് പറയുന്നത് ഫ്ലെക്സി ലോൺ AMC ചാർജസ് ആണ്. നമുക്കൊരു പർട്ടിക്കുലർ കമ്പനിയുമായി ബന്ധപ്പെട്ട്, എക്സാമ്പിൾ ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഫ്ലെക്സി ലോൺ AMC ചാർജസ് എന്ന് നോക്കാം. നിങ്ങളുടെ ലോൺ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സർവീസസിനാണ് ഈ ഫ്ലെക്സി ലോൺ AMC ചാർജസ് ഈടാക്കുന്നത്. നിങ്ങളുടെ ലോൺ അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിർത്താനും അതുമായി ബന്ധപ്പെട്ട ചില സേവനങ്ങൾക്കുമാണ് ഈ ഫ്ലെക്സി ലോൺ AMC ചാർജസ് ഈടാക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ലോൺ ലിമിറ്റ് 2 ലക്ഷം രൂപയാണെന്ന് കരുതൂ. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രീപേയ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലെക്സി ലോൺ AMC ചാർജസ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം പേയ്മെൻറ്റുകൾ, ഈ പാർട്ട് പേയ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ അഡീഷണൽ പേയ്മെൻറ്റുകളോ ചാർജസോ വരാതെ തന്നെ നിങ്ങൾക്ക് ഇത്തരം സർവീസസ് അവൈൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലോൺ എഗ്രിമെൻറ്റിൽ തന്നെ എത്രയാണ് ഈ ഫ്ലെക്സി ലോൺ AMC ചാർജസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഫ്ലെക്സി ലോൺ AMC ചാർജസ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത്? നിങ്ങളുടെ അൺയൂട്ടിലൈസ്ഡ് ലോൺ ലിമിറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ലോൺ എമൗണ്ട് മാക്സിമം യൂട്ടിലൈസ്ഡ് ലിമിറ്റിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, നിങ്ങളുടെ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇത്തരം ചാർജസുകൾ ഡെബിറ്റ് ചെയ്യുന്നത്. ആനുവൽ മെയിൻ്റനൻസ് ചാർജസ് നിങ്ങൾക്ക് ഓവർ ഡ്യൂ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതുമാത്രമല്ല, ബജാജ് ഫിനാൻസിൻ്റെ കസ്റ്റമർ പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരം ചാർജസുകളുടെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കസ്റ്റമർ പോർട്ടലിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫ്ലെക്സി ലോൺ അക്കൗണ്ട് ഫ്രം മൈ റിലേഷൻസ് എന്നുള്ളൊരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ്സ് ഓപ്ഷൻ വിത്ത് ക്വിക്ക് ആക്ഷൻ എന്നുള്ളൊരു മെനു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓവർ ഡ്യൂ ഓർ മിസ്ഡ് EMI എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം എത്രയാണ് എമൗണ്ട് അല്ലെങ്കിൽ പീനൽ ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു പേ കൊടുക്കുക. ഏത് പേയ്മെൻറ്റ് മോഡ് വെച്ചിട്ടാണ് നിങ്ങൾ പണം അടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് സെലക്ട് ചെയ്യുക, പേ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊന്നുള്ളത്, പലപ്പോഴും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് AMC ചാർജസ് വരാറുണ്ട്. എന്താണ് ഈ ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള AMC ചാർജസ്? ബ്രോക്കറേജ് ഫേംസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസുകൾ നമുക്ക് തരുന്ന സേവനത്തിന് ചാർജ് ചെയ്യുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് AMC ചാർജസുകൾ. ഇത് ഏകദേശം ആനുവലി 300 രൂപ മുതൽ ഒരു 900 രൂപ വരെയുള്ള റേഞ്ചിലാണ് ഇത്തരം ചാർജസ് വരാറുള്ളത്. പലപ്പോഴും ആദ്യത്തെ വർഷത്തിൽ ഈ ഒരു ചാർജസ് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പല ബ്രോക്കേഴ്സും എടുക്കാറില്ല. നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് ചാർജസ് കമ്പാരിറ്റീവ്ലി ഒരു ലോ ചാർജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് ഒരു ബാങ്കിലാണ്, പക്ഷേ അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് മറ്റൊരു ബാങ്കിലെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ചാർജസ് സ്ലൈറ്റ്ലി ഹൈ ആയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. പല ആളുകളും ഒന്നിൽ കൂടുതൽ 2, 3, 4 ഒക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിൽ AMC ചാർജസ് ഡെബിറ്റ് വരും. ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നിങ്ങൾ 3-4 വർഷത്തെ AMC ചാർജസ് അടച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ഏർലിയസ്റ്റ് തന്നെ നിങ്ങളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ AMC ചാർജസ് അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിട്ട് പോകും. നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.